നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെ തുടർന്ന് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നത് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ പൂങ്കുഴലി എന്ന IPS ഉദ്യോഗസ്ഥയുടെ പങ്കാണ്. ഈ അറസ്റ്റിന്റെ എല്ലാ ക്രെഡിറ്റും പൂങ്കുഴലിക്ക് നൽകിക്കൊണ്ട് പിണറായി സർക്കാർ മാധ്യമങ്ങളിൽ വലിയ പ്രചരണം നൽകുമ്പോൾ ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് പലരും നിരീക്ഷിക്കുന്നു. പൂങ്കുഴലിയെ ഒരു ചാവേറായി മുൻനിർത്തിക്കൊണ്ട് സർക്കാർ കടുത്ത രാഷ്ട്രീയ ചൂതാട്ടത്തിനാണ് ഇവിടെ മുതിരുന്നത്. കേസ് ഏതെങ്കിലും ഘട്ടത്തിൽ പരാജയപ്പെടുകയോ തിരിച്ചടിയാവുകയോ ചെയ്താൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഉദ്യോഗസ്ഥയുടെ തലയിൽ വെച്ചുകെട്ടി കൈകഴുകാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കം. ഇതിനകം തന്നെ നിരവധി പരാതികൾ രാഹുലിനെതിരെ നേരിട്ട് മുഖ്യമന്ത്രിക്ക് ലഭിക്കുകയും അവയെല്ലാം പ്രത്യേക താല്പര്യത്തോടെ പൂങ്കുഴലിക്ക് കൈമാറുകയും ചെയ്തത് ഈ തന്ത്രത്തിൻ്റെ ഭാഗമായാണ്. ആദ്യ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കെ അതിജീവിതയ്ക്ക് പരാതിയില്ലെന്ന് വ്യക്തമായിട്ടും അവരെ നിരന്തരം സ്വാധീനിക്കാൻ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ ശ്രമിച്ചുവെന്ന വെളിപ്പെടുത്തൽ മുൻപ് പുറത്തു വന്നിരുന്നു. ആ ഉദ്യോഗസ്ഥ പൂങ്കുഴലിയാണെന്നും ആഭ്യന്തര വകുപ്പ് അവരെ ഒരു രാഷ്ട്രീയ ഉപകരണം മാത്രമായി ഉപയോഗിക്കുകയാണെന്നും ആക്ഷേപം ശക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വ്യക്തിപരമായിട്ടുള്ള വിരോധമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പലരും ഉണ്ടായിട്ടും പൂങ്കുഴലിയെ തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചതിന് പിന്നിൽ സ്ത്രീപക്ഷ സർക്കാർ എന്ന പ്രതിച്ഛായ നിർമ്മിക്കാനുള്ള വ്യഗ്രതയുണ്ട്. വനിതാ ഉദ്യോഗസ്ഥയെ മുൻനിർത്തി പഴുതടച്ച അന്വേഷണം നടത്തുന്നു എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ അതിജീവിതകൾക്കൊപ്പം നിൽക്കുന്ന സർക്കാർ എന്ന ബോധ്യം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ പിണറായിക്ക് സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കേസ് രാഷ്ട്രീയ വേട്ടയാടലായിട്ട് മാറിയാൽ അതിൻ്റെ പടി മുഖ്യമന്ത്രിയിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു സുരക്ഷാ കവചം മാത്രമാണ് പൂങ്കുഴലി. നിയമപരമായിട്ടുള്ള പാളിച്ചകൾ മൂലം രാഹുൽ കേസിൽ നിന്ന് ഒഴിവായാൽ പോലും പിണറായി ലക്ഷ്യമിടുന്നത് ഉദ്യോഗസ്ഥയുടെ വീഴ്ചയായി അതിനെ ചിത്രീകരിക്കാനാണ്. CPM സൈബർ ഗ്രൂപ്പുകളും പാർട്ടി പത്രമായിട്ടുള്ള ദേശാഭിമാനിയും പൂങ്കുഴലിയെ അതിശക്തമായി ഉയർത്തിക്കാട്ടുന്നത് ഈ തന്ത്രത്തിൻ്റെ ആദ്യ പടിയാണ്. എന്നാൽ താൻ ഉപയോഗിക്കപ്പെടുകയാണെന്നും കരിയറിൽ ഒരു കറുത്ത പുള്ളി വീഴാൻ സാധ്യതയുള്ള പണിയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നതെന്നും പൂങ്കുഴലിയും തിരിച്ചറിയുന്നുണ്ട്. അറസ്റ്റ് നടപടികളിൽ പാലിച്ച അത്യപൂർവമായിട്ടുള്ള രഹസ്യ സ്വഭാവവും നാടകീയതയും ഈ കേസിനെ കൂടുതൽ ദുരൂഹമാക്കുന്നു. പുലർച്ചെ 7:30 പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ച രാഹുലിനെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ പോലീസിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. അറസ്റ്റ് മെമ്മോയിലും ഇൻസ്പെക്ഷൻ മെമ്മോയിലുമൊക്കെ ഒപ്പിടാൻ രാഹുൽ വിസമ്മതിച്ചത് പോലീസിനെ വെട്ടിലാക്കി. തുടർന്ന് ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ എത്തിച്ച് സാക്ഷ്യപ്പെടുത്തുക എന്ന അസാധാരണ നടപടി സ്വീകരിക്കേണ്ടി വന്നു. പ്രതി നിസ്സഹകരണം തുടർന്നപ്പോഴും ബന്ധുക്കളെ അറിയിച്ചുവെന്ന കാര്യം രേഖാമൂലം വാങ്ങി നിയമപരമായിട്ടുള്ള പഴുതുകൾ അടയ്ക്കാൻ SIT കിണഞ്ഞ് പരിശ്രമിച്ചു. എന്നാൽ ഇത്രയധികം മുൻകരുതലുകൾ എടുത്തിട്ടും ഈ നീക്കം രാഷ്ട്രീയ പകപോക്കലാണെന്ന ജനവികാരം ഇപ്പോൾ ശക്തമാണ്. ഒരു ജനപ്രതിനിധിയെ അർദ്ധരാത്രിയിൽ ഹോട്ടൽ മുറി വളഞ്ഞ് ക്രിമിനലിനെ പോലെ പിടികൂടേണ്ട സാഹചര്യം ഈ കേസിൽ ഉണ്ടായിരുന്നോ എന്ന ചോദ്യം പോലീസിനെ തന്നെ പ്രതികൂട്ടിലാക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ പൂങ്കുഴലിയുടെ വ്യക്തിപരമായിട്ടുള്ള മികവ് ചോദ്യം ചെയ്യപ്പെടാനാവാത്തതാണ്. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിലും ശാസ്ത്രീയമായിട്ടുള്ള ചോദ്യം ചെയ്യലിലും അവർ പുലർത്തുന്ന സൂക്ഷ്മത മുൻപ് തെളിയിക്കപ്പെട്ടതാണ്. ലോക്ക്ഡൗൺ കാലത്ത് നെട്ടൂരിലെ തൊഴിലാളികളെ ബോധവൽക്കരിക്കാനായിട്ട് തൻ്റെ ഭാഷാപരിമിതി മറികടക്കാൻ ഭർത്താവിൻ്റെ സഹായം തേടിയ ഉദ്യോഗസ്ഥയുടെ സമർപ്പണം അത് കേരളം കണ്ടത് തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി അതിജീവിതകൾക്ക് സംരക്ഷണം നൽകാൻ നിയോഗിക്കപ്പെട്ടതും പൂങ്കുഴലിയായിരുന്നു. അത്രത്തോളം ശ്രദ്ധേയമായ കരിയറുള്ള ഒരു IPS ഉദ്യോഗസ്ഥയെ രാഷ്ട്രീയ ചതുരംഗത്തിലെ കരുവാക്കി മാറ്റുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയായി തന്നെ കണക്കാക്കാം. ചോദ്യം ചെയ്യലിനിടെ രാഹുലിൻ്റെ നിസ്സഹകരണത്തെയും പരിഹാസത്തെയും മറികടന്ന് കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ നിരത്തി അദ്ദേഹത്തെ കൊടുക്കാൻ പൂങ്കുഴലിക്ക് സാധിച്ചുവെന്നത് അവരുടെ മിടുക്ക് തന്നെയാണ്. എന്നാൽ ഈ മിടുക്ക് ആത്യന്തികമായി രാഷ്ട്രീയ യജമാനന്മാരുടെ താല്പര്യ സംരക്ഷണത്തിനായാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഈ അറസ്റ്റിലെ നിയമപരമായിട്ടുള്ള സാധ്യതകളെ ചോദ്യം ചെയ്ത് മുൻ DGP TP സെൻകുമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത് പൂങ്കുഴലിക്ക് വരാനിരിക്കുന്ന വലിയ നിയമപ്രതിസന്ധിയുടെ സൂചനയാണ്. കാനഡയിൽ നിന്നുള്ള ഒരു ഇമെയിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ VNS വകുപ്പുകൾ പ്രകാരം കേസെടുത്തതിലെ നടപടിക്രമങ്ങൾ സെൻകുമാർ അക്കമിട്ട് നിരത്തുന്നു. പരാതിക്കാരി നേരിട്ടെത്തി ഒപ്പിടാതെ എങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തു എന്നതും 24 മണിക്കൂറിനകം അതിജീവിതയുടെ വൈദ്യപരിശോധന നടത്തിയില്ല എന്നതും കോടതിയിൽ വലിയ ചർച്ചയായി മാറും. കോടതി ഇത്തരം കേസുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. കേസ് കീഴ്മേൽ മറിഞ്ഞാൽ പൂങ്കുഴലിയുടെ കരിയറിൽ അത് വലിയൊരു കറുത്ത പാടായി തന്നെ മാറുന്നതായിരിക്കും. മുഖ്യമന്ത്രിയോ സർക്കാരോ ഈ നിയമയുദ്ധത്തിൽ പൂങ്കുഴലിയെ സഹായിക്കാനിടയില്ല. പകരം ജനമധ്യത്തിൽ അവരെ കുറ്റക്കാരിയായിട്ട് നിർത്തി രാഷ്ട്രീയ ലാഭം കൊയ്യാനാകും അവർ ശ്രമിക്കുക. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണെന്നും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം തെളിയിക്കാൻ DNA തെളിവുകളും ചാറ്റുകളും പോലീസിൻ്റെ പക്കലുണ്ടെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അറസ്റ്റ് എന്ന വാദത്തെ ഇത് എത്രത്തോളം മറികടക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. പത്തനംതിട്ട AR ക്യാമ്പിലെ ചോദ്യം ചെയ്യലിൽ രാഹുൽ കാണിച്ച ആത്മവിശ്വാസം നിയമവ്യവസ്ഥയിലുള്ള പ്രതീക്ഷ കൊണ്ട് തന്നെയാണ്. എന്നാൽ പൂങ്കുഴലി എന്ന മികച്ച ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു കേസ് മാത്രമല്ല, മറിച്ച് തൻ്റെ സത്യസന്ധതയും കരിയറും പണയപ്പെടുത്തിയുള്ള ഒരു യാത്ര തന്നെയാണ്. രാഷ്ട്രീയ പകപോക്കലിനെ ആരെയും ആയുധമാക്കുന്ന പിണറായി വിജയൻ്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഈ നാടകീയമായ അറസ്റ്റും അതിൻ്റെ പരിണിത ഫലങ്ങളും പൂങ്കുഴലി എന്ന IPS ഓഫീസർക്ക് എങ്ങനെ ഭീഷണിയാകുമെന്ന് വ്യക്തമാകുന്നതായിരിക്കും.